EV എടുക്കണോ വേണ്ടേ? ബ്രോയുടെ അഭിപ്രായം എങ്ങനെയാണ്? ഇത് ശരിക്കും ഒരു ഒറ്റവാക്കിൽ ഉത്തരം പറയാൻ പറ്റുന്ന ഒരു ചോദ്യം അല്ലേ ഇത്? പ്രിയമുള്ളവരെ, ടാറ്റയുടെ പഞ്ച് EVയുടെ അഭിപ്രായങ്ങൾ അറിയാം. സ്റ്റേ ട്യൂൺഡ്. ബ്രോ എത്ര വർഷമായി വണ്ടി വാങ്ങിയിട്ട്? ഞാനിപ്പോ 1 വർഷം കഴിഞ്ഞു. 1 വർഷം. ആദ്യമായിട്ടാണോ EV ഉപയോഗിക്കുന്നത്? ആദ്യമായിട്ടോ EV ഉപയോഗിക്കുന്നത്. ഫ്യൂച്ചർ കാണുന്നുണ്ടോ? അറിയില്ല. ഇതിപ്പോ എന്റെ ഉപയോഗത്തിന് നല്ലതായിട്ട് തോന്നി, അതുകൊണ്ട് ഉപയോഗിക്കും. അല്ല, നമ്മളെന്താ അറിയോ, സാധാരണക്കാര് ഇത് മുതലാവോ? കാരണം ഒരുപാട് ചതിയിലൊക്കെ ചെന്ന് ചാടിയ ആളുകൾ, ഇപ്പൊ ബൈക്കൊക്കെ സ്കൂട്ടറൊക്കെ എടുത്ത ആളുകളൊക്കെ കുറെ പെട്ടിട്ടുണ്ട്. അതേപോലെ ആവോ EVക്ക് പ്രോഗ്രസ് ഉണ്ടാവോ? അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ സാധാരണക്കാരായ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്. നമ്മുടെ ചാനലിലാണെങ്കിലും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇഷ്ടംപോലെ ആളുകൾ. നിങ്ങൾക്ക് 500 റുപ്പീസിന് പെട്രോളോ ഡീസലോ അടിക്കുന്നുണ്ടെങ്കിൽ, ഡെയിലി അടിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് EV എടുക്കാം എന്നുള്ള. ഇപ്പൊ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല ഓട്ടം ഉള്ള ഒരാളാണ്. ഇപ്പോ ഫെബ്രുവരി 1-ാം തീയതിയാണ് ഞാൻ ഈ വണ്ടി എടുത്തത്. ഇന്ന് മാർച്ച് 3-ാം തീയതി ആയിട്ടുണ്ട് അടുത്ത്. അതായത് 1 വർഷം 1 മാസമാണ്. അപ്പൊ നമ്മുടെ ഈ വണ്ടി ഇപ്പൊ ക്ലോക്ക് ചെയ്തേക്കുന്നത് 38,800 കിലോമീറ്റർ ആണ്. അപ്പോ ഏകദേശം 40 ലാഭമായില്ലേ? എത്ര രൂപയ്ക്ക് പെട്രോളോ ഡീസലോ അടിക്കുകയാണെങ്കിൽ? എന്റെ ഉണ്ടായിരുന്ന ഡീസൽ വണ്ടി എന്ന് പറയുന്നത് സ്കോർപിയോ N ആയിരുന്നു. അത് ഏകദേശം ഒരു 48,000 കിലോമീറ്റർ, 50,000 കിലോമീറ്റർ അടുത്ത് എത്തിയപ്പോഴാണ് ഞാൻ ഈ വണ്ടി വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ആ വണ്ടി ഇപ്പൊ തീരെ അങ്ങനെ ഉപയോഗിക്കാറില്ല, വളരെ അത്യാവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇതാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. സിംഗിൾ ഡ്രൈവിന് മുഴുവൻ ഞാൻ ഇതാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. മറ്റേത് ഫാമിലി ട്രിപ്പുകൾക്ക്. ആ ഒരു അളവ് വെച്ചിട്ട് എങ്ങനെയാണ് തോന്നുന്നത്? ഇതിപ്പോ ശരിക്കും 1 കിലോമീറ്ററിന് നമ്മൾ പുറത്തുനിന്ന് ചാർജ് ചെയ്ത പോലെ നമുക്ക് 2 രൂപ 2.5 രൂപയുടെ ചെലവാണ് മാക്സിമം വരുന്നത്. വീടും പുറത്തുനിന്നും എല്ലാം കൂടെ, അതായത് ഫാസ്റ്റ് ചാർജിങ്ങും സ്ലോ ചാർജിങ്ങും എല്ലാം ചേർത്ത് ഒരു ആവറേജ് കൂട്ടിക്കഴിഞ്ഞാൽ 2 രൂപ ചെലവ് വരും. നമുക്കിപ്പോ ഏകദേശം 80,000 രൂപയുടെ ചെലവേ വന്നിട്ടുണ്ടാവുള്ളൂ. അതെ, ആ സമയത്ത് ഡീസൽ അടിക്കുവാണെങ്കിൽ ഏകദേശം ഈ പറഞ്ഞ പോലെ 40,000 × 9 രൂപയെങ്കിലും ഒരു കിലോമീറ്ററിന് ചെലവ് വന്നുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഏകദേശം 3.5 ലക്ഷം 3.25 ലക്ഷം രൂപയുടെ ഡീസൽ അടിക്കുന്നതിന് പകരം ഒരു 70,000-80,000 രൂപയുടെ കറണ്ട് ബില്ലിൽ കാര്യം തീർന്നിട്ടുണ്ട്. ഒരു 3 ലക്ഷം രൂപ ഈ കഴിഞ്ഞ 1 വർഷം കൊണ്ട് ബെനിഫിറ്റ് ആയിട്ടുണ്ടെന്ന് പറയാൻ പറ്റും. പക്ഷെ അതിന് 1/1 എന്നൊക്കെ പറയുന്ന പോലെ ഒരു കാൽക്കുലേഷൻ ഉണ്ടല്ലോ. ഇവിടെ ലാഭം ഉണ്ടെങ്കിൽ അപ്പുറത്ത് നഷ്ടം വരുന്നുണ്ട്. ബാറ്ററി വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സംഭവം നമ്മള് ഈ പറഞ്ഞ പോലെ ഇത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഉപയോഗിച്ച് മുതലാക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിൽ മാത്രം എടുത്തേക്കുന്ന വണ്ടിയാണ്. അങ്ങനെയാണ്. അതായത് ഡെയിലി ഒരു 500 റുപ്പീസിന് എണ്ണ അടിച്ച് ഒരു 100 കിലോമീറ്റർ 150 കിലോമീറ്റർ ഓടേണ്ട ആളുകൾക്ക് 100% EV ലാഭകരം തന്നെയാണ് എന്ന് പറയാം അല്ലെ? 100% ലാഭകരമാണ്. പക്ഷെ വളരെ ചെറിയ ഓട്ടേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഒരിക്കലും EV എടുക്കരുത്. ലാഭകരമാണ്. അതാണ് ബ്രോന്റെ ഒരു ഉപദേശം. നമുക്ക് ഡെയിലി 100 കിലോമീറ്റർ ഓടാനുണ്ടെങ്കിലാണ് ഏറ്റവും ബെസ്റ്റ്.